അയ്യോ പൃഥ്വി, അത് നിങ്ങൾ ഏതെങ്കിലും ലേഡീസിനെ ഒന്ന് പുറത്തുനിന്ന് വിളിക്കാവോ? എന്റെ കണ്ണിൽ എന്തോ പോയെന്ന് തോന്നുന്നു. എന്തു പറ്റി ഷെർലിൻ? ഞാനിവിടെ ഉണ്ട്. എന്തു പറ്റി? താങ്ക് ഗോഡ്, ജാനകി ആന്റി വന്നല്ലോ. എന്റെ കണ്ണിൽ എന്തോ വീണെന്ന് തോന്നുന്നു. ആന്റി ഒന്ന് നോക്കാവോ? ആഹാ, പിന്നെന്താ? താങ്ക് യു. ഇപ്പൊ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കി വാ. ആ പൃഥ്വി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അത് പിന്നെ ആന്റി, ഞാനിവിടെ ഇതുവഴി വന്നു. അത് ആക്ച്വലി എന്താന്നോ, ഞാൻ വെള്ളം കുടിക്കാൻ വന്നപ്പോ പൃഥ്വി ഇതില് നടന്നു പോയായിരുന്നു. അപ്പം എന്റെ കണ്ണിൽ എന്തോ വീണത് കണ്ടിട്ട് പൃഥ്വി ഇങ്ങോട്ട് വന്നതാ. അല്ലാതെ പതുക്കെ പതുക്കെ ശ്വാസം എടുക്ക്. നീ എന്തിനാ ഇത്രയും വിഷമിക്കുന്നേ? ഇത് കേട്ടാൽ നീ ഏതോ സത്യം മറയ്ക്കാൻ കളവ് പറയുന്ന പോലെ തോന്നും. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ? നിങ്ങൾക്ക് എന്താ തമാശ മനസ്സിലാവില്ലേ? അവിടെ ആ കവിത മാമിനും തമാശ പറഞ്ഞ ഇഷ്ടമല്ല, പിന്നെ ഇപ്പൊ ഇവിടെ നിങ്ങൾക്കും. അതെ, ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്ത് പറഞ്ഞാലും ജോക്കാണ്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചിരിക്കാറുണ്ട്. ഇങ്ങനെ ചിരിച്ചാൽ ആരോഗ്യം കിട്ടും. അതെ, ശരിയാ പറയുന്നത്. പക്ഷെ ജോക്ക് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഓഹോ, ഞാൻ എന്തിനാണോ ഇങ്ങോട്ട് വന്നത് ആ കാര്യം മറന്നേ പോയി. അതെ, നിന്നെ പൂജയ്ക്ക് വിളിക്കുന്നുണ്ട്. രോഹിത്തുമായി നിനക്ക് പൂജ ചെയ്യണ്ടേ? അവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ്. പിന്നെ പൃഥ്വി, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? നിനക്കും പ്രീതിക്ക് പൂജ ചെയ്യേണ്ടതല്ലേ? വന്നേ വന്നേ, നമുക്കിത് അടിച്ചു പൊളിക്കണ്ടേ? വാ. അറിയോ ഓക്കെ ഷെർലിൻ? അതെ, ഓക്കെയാണ് പൃഥ്വി. ഇറ്റ്സ് ഓക്കെ. എന്നാലും അതെന്തായിരുന്നു? ഞാൻ ഈ കണ്ടതൊക്കെ എനിക്കെന്താ ഒന്നും ഓർമ്മ വരാത്തെ? പിന്നെ എന്റെ തലയുടെ പിന്നിൽ ഈ വേദന. ഇതൊക്കെ എന്താണ്? എന്തെങ്കിലും ഒന്ന് ഓർമ്മിക്ക. ഓ എന്റെ ദൈവമേ, എനിക്കെന്താ ഒന്നും ഓർമ്മിക്കാൻ കഴിയാത്തേ? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി നടന്നു. അതെ. കാർത്തിക, നീ നിന്റെ ഭാവി ഭർത്താവിനല്ലേ അയക്കണത് ഈ മെസ്സേജ്? അല്ല മുത്തശ്ശി, അങ്ങനെയൊന്നുമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ. അമ്മേ, എന്താ നിങ്ങൾ ചെയ്യുന്നേ? പിള്ളേർ അങ്ങനെയൊക്കെ ചെയ്യും. വെറുതെ ആ പാവത്തിനോട് ഓരോന്ന് പറഞ്ഞ് നാണിപ്പിച്ചു വാശമാക്കി. മോളെ, നീ ചെയ്തോ. ആ പെണ്ണെ, നീ നന്നായിട്ട് സംസാരിക്കും നിന്റെ ചേട്ടനുമായിട്ട്. അതെ, ഉള്ള കാര്യമാ ഞാനീ പറയണേ. എല്ലാ ദിവസവും രാത്രിയിൽ ഈ പെണ്ണ് ചാറ്റിംഗ് ചെയ്തോണ്ടിരിക്കും. ഞാൻ ഐ ലവ് യു പറയുന്നത് വരെ കേട്ടിട്ടുണ്ട്. ഐ ലവ് യു അക്ഷയ്. ഇവള് പറയുന്നൊന്നും വിശ്വസിക്കില്ല. ഇവള് പ്രാന്തിയാ. വായി തോന്നൊക്കെ വിളിച്ചു പറയും. സത്യ നിന്നെ ഞാനൊന്ന് ശരിയാക്കും. സത്യമായിട്ട് നോക്കിക്കോ. കാർത്തിക, നിക്ക് മോളെ, ശ്രദ്ധിച്ചു മോളെ, ഒന്നും പറ്റാതെ നോക്ക്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. സത്യം പറയാലോ രാധികെ, പെൺകുട്ടികളെ വീട്ടിലെ വിളക്കാണ്. ഇനിയിപ്പോ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കാർത്തികയും എന്റെ പ്രീതയും അവരുടെ ഭർത്തൃ വീട്ടിലേക്ക് പോകും. എല്ലാ അമ്മമാരും പെൺകുട്ടികൾ ഉണ്ടാവുന്ന ദിവസം മുതൽ അവളുടെ ഭർത്തൃ വീട്ടിലേക്കുള്ള പോക്കിനെ പറ്റിയാണല്ലോ സ്വപ്നം കാണുക. അതായത് ഏത് രാജകുമാരനാണോ വന്ന് എന്റെ മോളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന്. പിന്നെ വളരെ സന്തോഷായിരിക്കും ആ ദിവസം മുതൽ. അവളുടെ കല്യാണം നടക്കുന്ന ആ ദിവസം, ആ ഒരു സമയം, അവളെ പറഞ്ഞയക്കുന്ന ആ ഒരു സമയം വരെ. സത്യമാണ്, അവളെ യാത്രയാവുന്ന ആ നിമിഷം മുതൽ കണ്ണു നിറയുകയും മനസ്സ് ശൂന്യാകുകയും ചെയ്യും. ഇക്കാര്യം നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് സരള. അമ്മയുടെ വാത്സല്യം എന്ന് പറഞ്ഞാൽ ഇത്ര ആഴമുള്ളതാണ്. ആരായാലും കുറയ്ക്കാനോ തകർക്കാനും കഴിയില്ല. പിന്നെ ഇത് ലോക നിയമമല്ലേ. എല്ലാ പെൺകുട്ടികളും അവരവരുടെ വീട് വിട്ടിട്ട് ഭർത്തഗൃഹത്തിലേക്ക് പോകും. പിന്നെ അവിടെ സന്തോഷം നിറയ്ക്കും. ഇപ്പൊ തന്നെ നോക്ക്, നമ്മുടെ കാർത്തിക പോകുന്നത് അക്ഷയുടെ വീട്ടിലും പ്രീത പോകുന്നത് പൃഥ്വിയുടെ വീട്ടിലും. പിന്നെ ഷെർലിൻ വരുന്നത് ഞങ്ങളുടെ വീട്ടിലും. പിന്നെ എല്ലാ പെൺകുട്ടികളും അവരവരുടെ വീട്ടിൽ സന്തോഷം നിറയ്ക്കും. ഞാനെത്ര സന്തോഷവതിയാണെന്ന് പറയാൻ പോലും കഴിയില്ല.
നമ്മുടെ വീടുകളിൽ എത്ര കല്യാണം നോക്കി ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. പക്ഷെ ഒരു കാര്യം പറയാം ചേച്ചി, പ്രീതയുടെ കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളോട് ഫോണിൽ എന്തായാലും പറയണം. എനിക്ക് ആ കല്യാണം മിസ് ചെയ്യാൻ വയ്യ. ആഹാ, നേരത്തെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ രോഹിത്തിന്റെയും പ്രീതയുടെയും കല്യാണം ഒരേ ദിവസം ആയി പോയാലോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. പക്ഷെ ഇനി അങ്ങനെ അഥവാ സംഭവിച്ചാൽ തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മണ്ഡപത്തിൽ തന്നെ രോഹിത്തിന്റെയും പ്രീതയുടെയും കല്യാണം നടത്തും. ഒരേ മണ്ഡപത്തിലോ? ഇനി എങ്ങനെ മണവാട്ടി മാറിപ്പോയാലോ? പ്രീത എന്റെ വീട്ടിൽ വരും, ഞാനെപ്പോഴും വളരെ ഹാപ്പിയാവും. പക്ഷെ ചിലപ്പോ പൃഥ്വിയുടെ അമ്മയ്ക്ക് കുറച്ച് വിഷമമാകുമായിരിക്കും. നിങ്ങൾ എന്ത് വർത്താനേ പറയുന്നേ? അങ്ങനെ സംഭവിക്കോ? അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് നന്നായി ആലോചിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്യേണ്ടി വരും. അതെ മുത്തശ്ശി. അത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. എന്തുണ്ട് വിശേഷം പ്രീത അറക്കൽ? ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? മൂടൊക്കെ ഓക്കെ അല്ലേ? മെന്റൽ ടെമ്പറേച്ചറും ഓക്കെ? ഇനി എന്നോട് തല്ല് പിടിക്കലേ വേണേ, ദേഷ്യപ്പെടാനും പാടില്ല. ഞാൻ നിന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? ദേഷ്യമൊക്കെ അവരോടല്ലേ. എന്തെങ്കിലും പറഞ്ഞ 5 പൈസയുടെ എങ്കിലും ഗുണമുണ്ടാകുന്നവരോട്. എനിവേ, നീ എന്റെ അടുത്ത് നിന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്ന എന്തിനാ? നിന്റെ ആ ഹോട്ട് പെൺകുട്ടി എവിടെ പോയി? നീ ഇങ്ങനെ ചിരിച്ചോണ്ട് ഹായ് പറഞ്ഞില്ലേ? ഓ, അവള് ഇപ്പൊ മനസ്സിലായി എനിക്ക്. എന്ത് മനസ്സിലായിന്ന്? ഉണ്ടാവുന്നേ, ഈ പെമ്പിള്ളേർക്കൊക്കെ എങ്ങനെ ഉണ്ടാവുന്നേ? എന്തുണ്ടാവുമെന്ന്? ജലസി. പെമ്പിള്ളേരെ ജലസായിരിക്കുന്നേ. നീ ജലസ് എന്റെ പ്രീത അറക്കൽ. ഞാൻ എന്തിനാ ജലസാവുന്നേ? കാരണം ഞാൻ ആ പെൺകുട്ടിയോട് വളരെ സ്നേഹത്തോടെ ഹായ് പറഞ്ഞില്ലേ? നിനക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല ഒട്ടും തന്നെ. ബട്ട് ഫോർ യുവർ ഇൻഫർമേഷൻ, ഞാൻ നിന്നെയാടി ഹായ് കാണിച്ചത്. പക്ഷെ നീ അത് തെറ്റിദ്ധരിച്ചു. ഹായ് കാണിക്കുന്നത് ആ പെൺകുട്ടിയാണെന്ന് നീ കരുതി. എന്നെ എന്താ വല്ല പേപ്പട്ടിയും കഴിച്ചായിരുന്നോ? നീ അടുത്തുണ്ടായിട്ടും വേറെ വല്ല പെണ്ണുങ്ങളോട് ഫ്ലേർട്ട് ചെയ്യാൻ പോകാനായിട്ട്. അത് അത് പിന്നെ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ആണോ അല്ലയോ? ആണല്ലോ അല്ലേ? അപ്പോ നീ ഉണ്ടായിട്ട് ഞാൻ വേറെ പെമ്പിളരെ നോക്കുന്നതിനാ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. റൈറ്റ്? Hey, listen. അത് എനിക്കിപ്പോ തോന്നുന്ന നീ വളരെ ഒന്നുമില്ല, നീ പൊയ്ക്കോ. നിക്ക നിക്ക. ഇനി എന്താണാവോ? ഞാൻ പറയാൻ വന്നത്, എനിക്കിപ്പോ നിന്നെ ഞാൻ പറയാം. നിന്റെ അടുത്ത് പറയാം, പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നെ കളിയാക്കാൻ വേണ്ടി പിടിച്ചു നിർത്തിയേക്കാണോ? നോക്കൂ, വെറുതെ കളയാൻ വേണ്ടി എനിക്ക് തീരെ സമയമില്ല, മനസ്സിലായോ? ഞാൻ നിന്നോട് വല്ലാണ്ട് അപ്സെറ്റ് ആടി. കാരണം നീ എന്റെ ഹായ്ക്ക് മറുപടി തരാത്തോണ്ട്. പിന്നെ നീയും എന്നോട് അപ്സെറ്റ് അല്ലേ? അതായത് ഞാൻ നിന്നെ പ്രശംസിച്ചില്ല. പക്ഷെ എല്ലാരും പറഞ്ഞില്ലേ നിന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ടെങ്കിൽ? എന്നിപ്പോ ഞാൻ കൂടി പറയാ, നിന്നെ കാണാൻ വളരെയധികം സുന്ദരിയായിട്ടുണ്ടെന്ന്.
എല്ലാരും വേഗം വരൂ, പൂജ തുടങ്ങാൻ സമയായി. ശരി കുട്ടികളെ, ഇനി നിങ്ങൾക്ക് വലം വെക്കാനുള്ള ഊഴമാണ്. പിന്നെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാത്ത ആണും പെണ്ണും തങ്ങളുടെ സുഖ ജീവിതത്തിനായി പ്രാർത്ഥിക്കണം. കേട്ടല്ലോ? ചെല്ലു. സരളേച്ചി കുട്ടികളെ കൊണ്ട് താലം പിടിപ്പിക്കാം. മോളെ ഷെർലിൻ, മോളെ ഇങ്ങോട്ട് വന്നേ. മോളെ മനസ്സറിഞ്ഞ് പൂജ ചെയ്യും. ചെല്ല്. ഇനി ആമ്പിള്ളേരെ മുമ്പിൽ നടക്കട്ടെ, തൊട്ടുപിറകെ അവരുടെ ഭാര്യയാകാൻ പോകുന്നവരും. ശരിക്കും മണ്ഡപത്തിൽ പരികർമ്മി ചെയ്യുന്നത് പോലെ ആണുങ്ങൾ മുന്നിലും പെണ്ണുങ്ങൾ പിന്നിലും പിടിച്ചോണ്ട് നടക്കില്ലേ? അതുപോലെ തന്നെ, ശരിക്കും അതുപോലെ. ശരി മക്കളെ, എല്ലാരും തുടങ്ങിക്കോ. രോഹിത്തിന്റെ പിന്നാലെ ഷെർലിൻ പോവും. പിന്നെ വലം വയ്പ് തുടങ്ങുന്നത് പൃഥ്വിയുടെ പിന്നാലെ പ്രീത, പിന്നെ കിരൺ, സമീർ, സൃഷ്ടി, കാർത്തിക, രാധ, എല്ലാരും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിലുള്ള സിംഗിൾ ആണും പെണ്ണും എല്ലാം ഈ വലം വയ്പിൽ പങ്കെടുക്കണം. ഒറ്റ നിർബന്ധമേ ഉള്ളൂ, നമ്മുടെ പുതിയ 2 ജോഡികൾ ഒരുമിച്ച് പോണമെന്നുള്ളത്. ബാക്കിയുള്ളവർക്ക് എങ്ങനെ വേണേലും പോവും, ഒരു കുഴപ്പമില്ല. പക്ഷെ ശ്രദ്ധിച്ചു പോകണം, അല്ലെങ്കിൽ നടന്ന് നമുക്കിവിടെ പുതിയ ജോഡികളെ കിട്ടും. ഒരു കാര്യം ഓർമ്മ വെച്ചോ, എനിക്ക് നിന്നെക്കാൾ വലുതായി ഈ ലോകത്ത് ആരും തന്നെ ഇല്ല. അഥവാ നിന്റെ ഒപ്പം വല വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നിന്റെ കൈ കൊണ്ട് സമാധാനം മരിക്കെങ്കിലും ചെയ്യാമല്ലോ. ശ്രദ്ധിക്കുക, വലം വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പുരുഷന്മാരെല്ലാം അവരുടെ ജീവിത പങ്കാളിയാകാൻ പോകുന്നവരുടെ കൈ പിടിക്കണം. പിന്നെ വലം വെക്കണം. അതിന്റെ കൂടെ ഈ അഗ്നിയിൽ ചോളം നേദിക്കണം. പിന്നെ കണ്ണടച്ച് ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും നന്മയും നിറയ്ക്കണേന്ന്. പിന്നെ ഇതും കൂടെ പ്രാർത്ഥിക്ക്, ഭഗവാൻ അവരുടെ ജോഡിയെ എപ്പോഴും അനുഗ്രഹിക്കണമേ എന്ന്. മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോളൂ. ശരി, എല്ലാരും തുടങ്ങിക്കോ. പ്രീത, ശ്രദ്ധിച്ച് നടക്കണ്ടേ മോളെ? കത്തിക്കൊണ്ടിരുന്ന വിറകിന്റെ മുകളിൽ കാല് വെച്ചെന്നാ തോന്നുന്ന പാവം. രോഹിത് മോനെ, അവളെ ഇങ്ങോട്ടിരുത്ത്. പ്രീത, മമ്മ അവൾക്ക് പൊള്ളരുതാ. അറിയാം, പക്ഷെ പൂജ പകുതിക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല. ആദ്യം പൂജ കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ടാവാം. പതുക്കെ എന്ത് പണിയാ നീ കാണിച്ച്? ഇരിക്കും മോളെ. ഇരിക്കെ.
ആയിരിക്കും. ഞാൻ എടുത്തോണ്ട് വരാം. വേഗാവട്ടെ. ഈ ജാനകി എന്നെ എന്തിനാ എങ്ങനെ നോക്കണേ? എങ്ങാനും എന്റെ ഈ പ്ലാൻ ഇവൾക്ക് മനസ്സിലായി കാണുമോ? ഇനി ഇവളെങ്ങാനും ഇരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിറകുകളി പ്രീതയുടെ വഴിയിൽ വെച്ചത് കണ്ടു കാണുമോ? ഓ ഗോഡ്, ഈ കിളവി എനിക്ക് പണിയുണ്ടാക്കുമെന്നാ തോന്നുന്നേ. ഒരു കുഴപ്പമില്ല എനിക്ക്. എന്താ മോളെ വേദന ഉണ്ടാവില്ല? തീ പൊള്ളിയതല്ലേ? എനിക്ക് മനസ്സിലാവാത്തത് ആ കത്തിക്കൊണ്ടിരുന്ന വിറക് അവളുടെ വഴിയിൽ കൊണ്ടുവച്ചതാ. അറിയില്ല, ആ ചാര തട്ടിക്കളയും മോനെ, അവക്ക് വേദനിക്കുന്നുണ്ടാവും. അമ്മേടെ ഐസ് വന്നു, കൊണ്ടുവാ കൊണ്ടുവാ. എനിക്ക് പ്രീത ഇഷ്ടമാണ് അച്ഛാ. അങ്ങനെ ഇഷ്ടമാണെന്നത് അധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമല്ല. അങ്ങനെ ഇഷ്ടമാണെന്നുള്ളത് എന്റെ ഫീലിംഗ്സിനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. അച്ഛാ, ഞാൻ പറയുന്നത് ജസ്റ്റ് ലുക്ക് അറ്റ് ഹർ. ഷീ ഈസ് ജസ്റ്റ് സോ പെർഫെക്റ്റ്. ഞാൻ കാണുന്ന ഈ കാര്യം അത് രാധികയും കാണുന്നില്ല, സരളയും കാണുന്നില്ല. രോഹിത് സർ മതി, ഞാൻ ചെയ്തോളാം. ഇനി ഡോക്ടറെ എന്തെങ്കിലും വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ശരിയാകും. കനലാരാ അവിടെ കൊണ്ട് വച്ചെന്നുള്ളതാ. കുറച്ച് കഴിയുമ്പോ ശരിയാകുന്നേ. സാർ എനിക്ക് കുറച്ച് നേരത്തേക്ക് മിണ്ടായിരിക്കാൻ പറ്റുമോ? അഥവാ ഞാൻ ഇന്ന് തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാ എന്തെങ്കിലും സംഭവിക്കോ? പ്രീത, താൻ നോക്ക്, ദേ കാലിലെ തൊലിയൊക്കെ പൊള്ളി ഇളവിയിട്ടുണ്ട്. സോറി, എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനാകെ ടെൻഷനായി പോകും. ഐ എം സോറി പ്രീത, ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഹർട്ട് യു. ഞാൻ കുറച്ച് ഐസൂർ എടുത്തിട്ട് വരാം. ഐസ് ഇവിടെ. ഞാൻ എങ്ങനെ ഇവൾക്ക് ക്രീം തേച്ചു കൊടുക്കുന്നേ? എല്ലാവരും അടുത്ത് നിൽക്കുകയല്ലേ, എന്ത് വിചാരിക്കും? സൃഷ്ടി, നീ പുരട്ടി കൊടുക്ക. അതായത് കാലിൽ തൊടുന്ന എനിക്ക് ഇഷ്ടമല്ല, പെമ്പിളരുടെ കാലിലൊക്കെ പിടിക്കുന്നത്. ആ ശരി. ഓക്കെ അല്ലേ മോളെ നീ? അതെ അച്ഛമ്മേ, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഓയിന്റ്മെന്റ് ഇട്ടിട്ടുണ്ടല്ലോ. അല്ല, കുഴപ്പമില്ലെങ്കിൽ എന്തിനാണ് എന്നെ ഇങ്ങനെ ഓടിച്ചത്? ഈ സ്പീഡിൽ ഓടിയിരുന്നെങ്കിൽ മാരത്തൺ ജയിച്ചേനെ ഞാൻ. ഞാൻ ഐസ് കൊണ്ടുവന്നു. ഐസിന്റെ ആവശ്യം വന്നില്ലല്ലേ? രോഹിതേട്ടാ പ്ലീസ്, അത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. സൃഷ്ടി എനിക്ക് മരുന്നും തേച്ചു തന്നു. പ്ലീസ് ഡോണ്ട് വെറി. അതെ. പിന്നെ ഒരു കാര്യം, ഇപ്പൊ നീ വലം വെക്കണ്ട, പൂജ മാത്രം മതി. കിരൺ, വാ, പെട്ടെന്ന് ആ ചടങ്ങ് നടത്തിയേക്കാം. എനിക്കറിയാം